ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താലാണ് ഓരോ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സിനോണിംസ് അപ്പൊ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. സ്മൂത്ത് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കത് വളരെ ധാരാളം ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താലാണ് ഓരോ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. സോ വെൽക്കമിങ് യു ഓൾ ടു ദ ടുഡേസ് സെക്ഷൻ. സോ മൂവിംഗ് ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ജെസ്യൂട്ട്സ് ബാർക്ക് ഇസ് എ സിനോണിം ഓഫ് ഒരു ഫാർമക്കോഗ്നസി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജെസ്യൂട്ട്സ് ബാർക്ക് എന്ന് അറിയപ്പെടുന്നത് ഏത് ഡ്രഗിന്റെ സിനോണിം ആണ്? അപ്പൊ സിനോണിംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാർമക്കോഗ്നസിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് സിനോണിംസ്. അപ്പൊ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് ഈ സിനോണിംസ്. ജെസ്യൂട്ട്സ് ബാർക്ക് എന്ന് അറിയപ്പെടുന്നത് ഏത് ഡ്രഗിന്റെ സിനോണിം എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ റൊവോൾഫിയ, ഓപ്ഷൻ ബി സിങ്കോണ, ഓപ്ഷൻ സി ഐപ്പക്കാക് ആൻഡ് ഓപ്ഷൻ ഡി സിന്നാമോൺ. അപ്പൊ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ് അല്ലെ ജെസ്യൂട്ട്സ് ബാർക്ക്. അപ്പൊ ജെസ്യൂട്ട്സ് ബാർക്ക് ഏത് ഡ്രഗിന്റെ സിനോണിം ആണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സിങ്കോണ. സിങ്കോണയുടെ സിനോണിം ആണ് ജെസ്യൂട്ട്സ് ബാർക്ക് അല്ലെങ്കിൽ പെറൂവിയൻ ബാർക്ക് എന്നൊക്കെ നമ്മൾ സിങ്കോണനെ പറയും. സോ ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ നെയിം ഫോർ സിങ്കോണ ബാർക്ക് വിച്ച് കണ്ടെയ്ൻസ് ക്വിനിൻ. ഒരു ആന്റി മലേറിയൽ ഡ്രഗ് ആണ് സിങ്കോണ എന്ന് പറയപ്പെടുന്ന ഡ്രഗ്. സോ അതിന്റെ ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവന്റ് അല്ലെങ്കിൽ മേജർ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ഏതാണ്? ക്വിനിൻ. സോ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് കറസ്പോണ്ടിങ് ആന്റി മലേറിയൽ പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് മലേറിയ. ജെസ്യൂട്ട് മിഷനറീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു യൂറോപ്പ് ഇൻ ദ 17th century. അപ്പം 17th centuryയിൽ ജെസ്യൂട്ട്സ് മിഷനറീസ് ആണ് ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു ഡ്രഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു ആന്റി മലേറിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഈ ഒരു ഡ്രഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജെസ്യൂട്ട്സ് മിഷനറീസ് ആയതുകൊണ്ടാണ് ഈ ഡ്രഗിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിന്റെ ബാർക്കിനെ നമ്മൾ എന്തെന്ന് പറയുക? ജെസ്യൂട്ട്സ് ബാർക്ക് എന്ന് പറയും. ഇറ്റ്സ് ആക്ച്വലി ദ ഡ്രൈഡ് ബാർക്ക് ഓഫ് ദ സ്റ്റെം ഓഫ് സിങ്കോണ കാലിസായ, സിങ്കോണ ലെഡ്ജറിയാന, സിങ്കോണ സൂസിറുബ്ര ആൻഡ് സിങ്കോണ ഒഫീസിനാലിസ് ബിലോങ്ങിങ് ടു ദ ഫാമിലി റുബിയേസിയെ. ഓക്കെ, അപ്പൊ മറക്കരുത് ജെസ്യൂട്ട്സ് ബാർക്ക് അഥവാ പെറൂവിയൻ ബാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഡ്രഗ് ആണ് സിങ്കോണ. ഇനി ബാക്കി 3 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? റൊവോൾഫിയ. റൊവോൾഫിയ എന്താണ്? ഒരു ആന്റി ഹൈപ്പർടെൻസീവ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഡ്രഗ് ആണ് റൊവോൾഫിയ. റൊവോൾഫിയയുടെ സിനോണിംസ് എന്തൊക്കെയാണ്? സർപ്പഗന്ധ, അതുപോലെ ഇന്ത്യൻ സ്നേക്ക് റൂട്ട്, ചോട്ടാ ചന്ദ്, ചന്ദ്രിക. ഇതുപോലെയുള്ള പേരൊക്കെയാണ് ആർക്കുള്ളത്? റൊവോൾഫിയ സെർപെന്റീനയ്ക്ക് വരുന്നത്. ഏതൊക്കെയാണ്? സർപ്പഗന്ധ, ഇന്ത്യൻ സ്നേക്ക് റൂട്ട്, ചോട്ടാ ചന്ദ് ആൻഡ് ചന്ദ്രിക. അപ്പൊ അതിന് സിനോണിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐപ്പക്കാക്, അതിന് പ്രത്യേകിച്ച് ഒരു സിനോണിം ഇല്ല. എന്നാൽ നമ്മൾ ഐപ്പക്കാക്വാൻഹ, ബ്രസീലിയൻ ഐപ്പക്കാക്വാൻഹ, അതുപോലെ സെഫാലിസ് ഐപ്പക്കാക്വാൻഹ എന്നൊക്കെ നമ്മൾ അതിനെ പറയും. ദെൻ ഫൈനലി സിന്നാമോൺ. സിന്നാമോണിനും പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്പെസിഫിക് സിനോണിം ഇല്ല. സെയ്ഗൺ സിന്നമോൺ അഥവാ സെയിലോൺ സിന്നമോൺ എന്നൊക്കെ നമ്മൾ അതിനെ പറയും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജെസ്യൂട്ട്സ് ബാർക്ക് ഇസ് എ സിനോണിം ഓഫ് ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് സിങ്കോണ. മൂവിംഗ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ പാരസെറ്റാമോൾ പോയിസണിങ് N-acetylcysteine ആക്ട് ആസ്. അതായത് പാരസെറ്റാമോൾ പോയിസണിങ് എന്ന് പറയുമ്പോൾ ലാർജ് ഡോസസിൽ പാരസെറ്റാമോൾ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു പാരസെറ്റാമോൾ ഓവർഡോസ് ഓർ പാരസെറ്റാമോൾ ടോക്സിസിറ്റി. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിഡോട്ട് ആണ് ഏത്? N-acetylcysteine. ട്രീറ്റ്മെന്റ് ഓഫ് പോയിസണിങ്സ് ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ്. സോ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പോർഷൻ ആണ് ഏത്? നമ്മുടെ പാരസെറ്റാമോൾ പോയിസണിങ്ങിന്റെ ഇത് അതിന് യൂസ് ചെയ്യുന്ന ആന്റിഡോട്ട് ആണ് ഏത്? N-acetylcysteine. സോ N-acetylcysteine ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ കോട്ടിംഗ് ഏജന്റ് ഓഫ് ഗ്യാസ്ട്രിക് മ്യൂക്കോസ, ഓപ്ഷൻ ബി യൂറിനറി ആൽക്കലൈസർ, ഓപ്ഷൻ സി ഗ്ലൂട്ടാതയോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈനലി ഓപ്ഷൻ ഡി യൂറിനറി ആസിഡിഫയർ. സോ ഇതിൽ ഏത് റോൾ ആണ് N-acetylcysteine വഹിക്കുന്നത് എന്നതുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതായത് ഈ പാരസെറ്റാമോൾ നമ്മൾ നോർമലി ഹ്യൂമൻ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്ത് വെച്ച്, അതായത് ലിവർ എന്ന് പറയുന്ന ഓർഗനിൽ വെച്ചിട്ട് ദിസ് ലിവർ മെറ്റബോളൈസസ് ദിസ് പാരസെറ്റാമോൾ ഇൻടു ആൻ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്. അതൊരു ടോക്സിക് കോമ്പൗണ്ട് ആണ്. ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള N-acetyl പാരാബെൻസോക്വിനോൺ ഇമീൻ NaPQI. ഓക്കെ, N-acetyl PQI അതായത് N-acetyl
പാരാ ബെൻസോക്വിനോൺ ഇമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ആയിട്ട് ഈ പാരസിറ്റമോൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നോർമലി നമ്മുടെ ലിവറിനകത്ത് ഗ്ലൂട്ടാതയോൺ ഉണ്ട്. ഈ ഗ്ലൂട്ടാതയോൺ എന്ത് ചെയ്യും? ഈ ടോക്സിക് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. സോ അങ്ങനെ ആ ഒരു ടോക്സിക് കോമ്പൗണ്ട് അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ നോർമൽ പ്രോസസ്. അപ്പോൾ ഈ പാരസിറ്റമോൾ അധിക ഡോസിൽ നമ്മുടെ ബോഡിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്ത് ഓൾറെഡി ഉള്ള അല്ലെങ്കിൽ ലിവറിനകത്ത് ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ഗ്ലൂട്ടാതയോണിന് ഈ എക്സസ് ഡോസിൽ വരുന്ന പാരസിറ്റമോളിന്റെ ടോക്സിക് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള NaPQI-നെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഗ്ലൂട്ടാതയോൺ അവിടെ ഓൾറെഡി എന്തായി? ഡിപ്ലേഷൻ സംഭവിച്ചു. ഓൾറെഡി ഉള്ള ഗ്ലൂട്ടാതയോൺ അവിടെ ഇല്ലാണ്ടായി കഴിഞ്ഞു. കാരണം ഇത് ഓൾറെഡി ന്യൂട്രലൈസ് ചെയ്ത് ഗ്ലൂട്ടാതയോൺ ഗെറ്റ്സ് ഡിപ്ലീറ്റഡ്. ആൻഡ് ഫൈനലി അവിടെ എന്ത് സംഭവിക്കും? NaPQI-ന്റെ അക്യുമുലേഷൻ സംഭവിക്കും. സോ ആ കേസിൽ ഈ N-അസിറ്റൈൽസിസ്റ്റീൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് ആക്ട് ആസ് ഗ്ലൂട്ടാതയോൺ സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഗ്ലൂട്ടാതയോണിന്റെ അതേ ഫംഗ്ഷൻ ആര് പെർഫോം ചെയ്യും? N-അസിറ്റൈൽസിസ്റ്റീൻ. ആൻഡ് ദാറ്റ് ഇസ് വൈ ദിസ് N-അസിറ്റൈൽസിസ്റ്റീൻ is given as the antidote in case of paracetamol poisoning. Okay, അതൊന്നും കൂടി പറയാം. In paracetamol or acetaminophen poisoning, the liver metabolizes the drug into a toxic intermediate known as NaPQI, that is N-acetyl para-benzoquinone imine. Normally, the glutathione present in the liver neutralizes this toxic intermediate. However, in overdose situations such as in paracetamol overdose or toxicity, this glutathione stores are depleted, NaPQI accumulates and causes liver cell damage. അതുകൊണ്ടാണ് ഓവർ ആയിട്ട് ഈ പാരസെറ്റമോൾ ഒക്കെ കഴിക്കുമ്പോൾ ഹെപ്പാറ്റോടോക്സിസിറ്റി അല്ലെങ്കിൽ ലിവർ അടിച്ചു പോകുന്നൊക്കെ പറയുന്നത് ആ കേസിലാണ്. ഓക്കെ, N-acetylcysteine helps by acting as a precursor to glutathione, replenishing its levels, and secondly by directly binding to NaPQI, making it non-toxic. ഒന്നല്ലെങ്കിൽ ഗ്ലൂട്ടാതയോൺ ഒരു പ്രീകഴ്സർ ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ NaPQI ആയിട്ട് ഡയറക്റ്റ് ബൈൻഡ് ചെയ്തിട്ട് അതിന് നോൺ ടോക്സിക് കോമ്പൗണ്ട് ആയിട്ട് മാറ്റും. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി, ഗ്ലൂട്ടാതയോൺ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പൊ അതൊരു എന്താണ് ആ ഒരു മെക്കാനിസം, അതാണ് പാരസെറ്റമോൾ ടോക്സിസിറ്റി എങ്ങനെ ഉണ്ടാവുന്നു. അപ്പൊ ആ ഒരു മെക്കാനിസം ആണ് നമ്മളിപ്പോ പഠിച്ചത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ. ഓക്കെ, മൂവിങ് ഓൺ ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ഫാർമക്കോളജിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ പ്രൊപ്രനലോൾ, ഓപ്ഷൻ ബി അറ്റനലോൾ, ഓപ്ഷൻ സി ടിമലോൾ ആൻഡ് ഓപ്ഷൻ ഡി നടലോൾ. ഏതൊക്കെയാണ്? പ്രൊപ്രനലോൾ ഉണ്ട്, അറ്റനലോൾ ഉണ്ട്, ടിമലോൾ ഉണ്ട്, നടലോൾ ഉണ്ട്. സോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സും ഉണ്ട്, നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സും ഉണ്ട്. സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് സ്പെസിഫിക് ആയിട്ട് β1 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് സെലക്റ്റീവ് β1 ബ്ലോക്കേഴ്സ്. പക്ഷെ β2 ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ β2 ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ β2 റിസപ്റ്റേഴ്സിനെ ചെന്നിട്ട് ഈ ഡ്രഗ്സ്, അങ്ങനെ ഒരു β2 ബ്ലോക്കർ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ β2 റിസപ്റ്റേഴ്സിനെ ചെന്ന് ബൈൻഡ് ചെയ്യും. പക്ഷെ ഇറ്റ് മേ ലീഡ്സ് ടു ഡേഞ്ചറസ് കണ്ടീഷൻസ് ലൈക്ക് സിവിയർ വാസോ കൺസ്ട്രിക്ഷൻ, ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ, ഭയങ്കരമായിട്ട് നാരോയിങ് സംഭവിക്കും. ആൻഡ് ഇറ്റ് മേ ലീഡ് ടു മെനി അതർ പ്രോബ്ലംസ്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ β2 ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ β2 റിസപ്റ്റേഴ്സിനെ നോർമലി ബ്ലോക്ക് ചെയ്യാറില്ല. ഓക്കെ, β1 ബ്ലോക്കേഴ്സിനെ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ് കാർഡിയോ സെലക്റ്റീവ് ബ്ലോക്കേഴ്സ്. ഏതാണ്? β1 ബ്ലോക്കർ. β2 ഇല്ല എന്ന് പറഞ്ഞു ഓൾറെഡി. β1 ബ്ലോക്കേഴ്സ് ഏതാണ്? കാർഡിയോ സെലക്റ്റീവ് ബ്ലോക്കേഴ്സ് ആണ്. കാർഡിയോ സെലക്റ്റീവ് ബ്ലോക്കേഴ്സ് ആണ് β1. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂമോണിക്സ് MABCN. അതായത് M സ്റ്റാൻഡ്സ് ഫോർ മെറ്റോപ്രലോൾ, A സ്റ്റാൻഡ്സ് ഫോർ അസിബ്യൂട്ടലോൾ, അടുത്ത A എന്താണ്? അറ്റനലോൾ, then ബിസോപ്രലോൾ, എസ്മലോൾ, ബീറ്റാസോലോൾ, സെലിപ്രലോൾ ആൻഡ് നെബിവലോൾ. ഇത്രയാണ് എന്ത്? സെലക്റ്റീവ് β1 ബ്ലോക്കേഴ്സ്. MABCN, മെറ്റോപ്രലോൾ, അസിബ്യൂട്ടലോൾ, അറ്റനലോൾ, then ബിസോപ്രലോൾ, then സോ ഈ ഡ്രഗ്സിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതാണ് β1, ദാറ്റ് ഇസ് ദി കാർഡിയോ സെലക്റ്റീവ് ബ്ലോക്കേഴ്സ്. നോൺ സെലക്റ്റീവ് ബ്ലോക്കേഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ പ്രൊപ്രനലോൾ വരും, അതിനകത്ത് നടലോൾ വരും, അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെയാണ് നോൺ സെലക്റ്റീവിനകത്ത് വരിക. സോ ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്താണ്? സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്. പ്രൊപ്രനലോൾ, ടിമലോൾ, നടലോൾ ഇത്രയും എന്താണ്? നോൺ സെലക്റ്റീവ് ബ്ലോക്കേഴ്സ് ആണ്.
ഇതിനകത്ത് സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ, അതായത് ബീറ്റ 1 ബ്ലോക്കർ കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രഗേ ഉള്ളൂ, ദാറ്റ് ഈസ് ദി അറ്റനലോൾ. ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ബീറ്റ 1 ബ്ലോക്കർ ഏതൊക്കെയാണ്, നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാഡ്രൽ സോൾട്ട് ഇസ് യൂസ്ഡ് ആസ്. മാഡ്രൽ സോൾട്ടിന്റെ യൂസ് എന്താണ്? ആക്ച്വലി ഇറ്റ് ഇസ് ദ പോളിമറിക് സോഡിയം മെറ്റാഫോസ്ഫേറ്റ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആസ്ട്രിഞ്ചൻ, ഡെൻഡ്രിഫൈസ്, ആന്റി ഓക്സിഡന്റ് ആൻഡ് എമറ്റിക്. അത് നമ്മൾ ഡെന്റൽ പ്ലേക്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഡെൻഡ്രിഫൈസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ആസ് എ ടൂത്ത് ക്ലീനിങ് ഏജന്റ് ഫൗണ്ട് ഇൻ ടൂത്ത് പൗഡേഴ്സ് ആൻഡ് സം ടൂത്ത് പേസ്റ്റ്. ഇറ്റ് ആക്ട് ആസ് എ മൈൽഡ് അബ്രേസീവ് ടു ഹെൽപ്പ് ഡെന്റൽ പ്ലേക്ക് ആൻഡ് സ്റ്റെയിൻസ്. നമ്മുടെ ടൂത്ത് സർഫസിലുള്ള സ്റ്റെയിൻസും അതുപോലെ പ്ലേക്കും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പോളിമറിക് സോഡിയം മെറ്റാഫോസ്ഫേറ്റ് ആണ് മാഡ്രൽ സോൾട്ട്. സോ അതിന്റെ ഇമ്പോർട്ടന്റ് യൂസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡെൻഡ്രിഫൈസ്. മൂവിംഗ് ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞേക്കുന്ന ഡ്രഗ്സിൽ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അമോണിയം ക്ലോറൈഡ്, അമോണിയം നൈട്രേറ്റ്, അമോണിയം കാർബണേറ്റ് ആൻഡ് അമോണിയം സൾഫേറ്റ്. അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി അമോണിയം കാർബണേറ്റ് ആണ്. കാരണം മെയിൻ ആയിട്ട് സ്മെല്ലിംഗ് സോൾട്സിന്റെ ഫോമിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇറ്റ് റിലീസസ് അമോണിയ ഗ്യാസ്. അമോണിയ ഗ്യാസിനെ റിലീസ് ചെയ്യും. അത് നമ്മുടെ നോസ്, ലങ്സ്, റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മെയിൻ ആയിട്ടുള്ള മ്യൂക്കസ് മെംബ്രെയിനെ അത് ഇറിറ്റേറ്റ് ചെയ്യും, സ്റ്റിമുലേറ്റിംഗ് റെസ്പിറേഷൻ ആൻഡ് അലേർട്ട്നെസ്. സോ സ്റ്റിമുലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗ് ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ലങ്സ് അതുപോലെ നോസിനകത്തൊക്കെയുള്ള മ്യൂക്കസ് മെംബ്രെയിനെ ഇറിറ്റേറ്റ് ചെയ്ത് റെസ്പിറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന ഡ്രഗ് ആണ് ഇത് അമോണിയം കാർബണേറ്റ്. എല്ലാം അമോണിയം സോൾട്ട് ആണ്. അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ് ഇസ് ആക്ച്വലി യൂസ്ഡ് ആസ് ആൻ എക്സ്പെക്ടോറന്റ്. പിന്നെ അമോണിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ് ആൻഡ് അമോണിയം കാർബണേറ്റ്. സോ ദ ആൻസർ എന്താണ്? അമോണിയം കാർബണേറ്റ് ആണ് ആൻസർ. സോ നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ ധാരാളം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. നന്നായിട്ട് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു.